നിങ്ങൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, അത്രത്തോളം ഗൗരവകരമായിരിക്കുന്ന ആത്മീക യുദ്ധം നമ്മൾ കാണാത്ത അദൃശ്യ ലോകത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഈ ദൈവവചനം നമ്മളോട് പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ആ യുദ്ധത്തിൻ്റെ കാലയളവുകൾ നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിപ്പമുള്ള ഒരു വസ്തുതയാണെങ്കിൽ, നിങ്ങൾ കൊതിക്കുന്നതും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ സംഗതി എത്രത്തോളം ആത്മലോകത്തിൽ അത് സ്വാധീനമുണ്ടാക്കും എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ മറുപടികൾ വൈകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നെ ഇന്ന് കേൾക്കുന്ന ദൈവജനത്തോട്, ദൈവമക്കളോട്, എൻ്റെ സ്നേഹിതരോട് വളരെ ആദരവോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലപ്പോഴേക്കും നിങ്ങളുടെ മറുപടികൾ വൈകുമ്പോൾ അസ്വസ്ഥതകൾ വരാറുണ്ടല്ലേ, വേദനകൾ വരാറുണ്ടല്ലേ, അയ്യോ ദൈവം എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. പക്ഷേ എങ്കിൽ ശ്രദ്ധിക്കുക, ആത്മലോകത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം എന്തോരം സ്വാധീനമുണ്ടാക്കും എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ആ മറുപടികൾ വൈകുന്നത്.